ചെന്നൈ തുറമുഖത്തിനടുത്ത മൂർ സ്ട്രീറ്റിലെ വിഘ്നേഷ് മറൈൻ ടെക്നിക്കൽ സർവീസസ് എന്ന കമ്പനിയാണ് തേക്കടിയിൽ അപകടത്തിൽപ്പെട്ട ബോട്ട് നിർമ്മിച്ചത്. അപകടത്തിന് ശേഷം കമ്പനി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ KTDC കരാർ നൽകിയ MA റഹ്മാൻ ഇപ്പോൾ തങ്ങൾക്കൊപ്പമില്ല എന്ന മറുപടി പറഞ്ഞൊഴിയുകയായിരുന്നു ആദ്യം. ഓഫീസിൽ നേരിട്ട് ചെന്നപ്പോഴാവട്ടെ കാണാൻ കഴിഞ്ഞത് 2 വനിതാ ജീവനക്കാരെ മാത്രം. ഏറെ കഴിഞ്ഞ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ എന്നെ ഗിരിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല. മഹാബലിപുരം റോഡിലെ കേളമ്പാക്കത്തായിരുന്നു ആദ്യം കമ്പനിക്ക് വേണ്ടി ബോട്ടുകൾ നിർമ്മിച്ചിരുന്നതെന്നും ഇപ്പോഴത് അമ്പത്തൂരിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ തങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ബോട്ടുകൾ നിർമ്മിക്കുന്നതെന്നും ISO സർട്ടിഫൈഡ് കമ്പനിയാണ് തങ്ങളുടേതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇതുവരെ വിവിധ ഏജൻസികൾക്കായി 120 ബോട്ടുകൾ നിർമ്മിച്ചു നൽകിയെന്ന് പറഞ്ഞ എന്നെ ഗിരി പക്ഷേ കമ്പനിയുടെ പുതിയ വിലാസം തരാൻ തയ്യാറായില്ല. എങ്കിലും ഏറെ പണിപ്പെട്ട് ഞങ്ങൾ വിഘ്നേഷ് മറൈൻ ടെക്നിക്കൽ സർവീസസിൻ്റെ പുതിയ ആസ്ഥാനം കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. ബോട്ടുകൾ എടുത്തുമാറ്റി ജീവനക്കാർ ഒഴിഞ്ഞ നിലയിലായിരുന്നു പുതിയ ആസ്ഥാനം. KTDCക്ക് വേണ്ടിയുള്ള മറ്റൊരു ബോട്ടിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് കമ്പനിയിലെ സുരക്ഷാ ജീവനക്കാരൻ സമ്മതിച്ചു. உங்களுக்கு பார்க்குறதுனா வந்து பாருங்கள், கேமரா அளவு கிடையாது, கேமரா வச்சுட்டு வாங்க. அது எங்களுக்கு அதான் எங்கள் சுப்பீரியர் என்ன போடுறாங்களோ அதான் நாங்கள் செய்ய முடியும். ക്യാമറയില്ലാതെ ഞങ്ങളെ അകത്തേക്ക് കടത്തിവിട്ടപ്പോൾ കാണാൻ കഴിഞ്ഞത് ജലകന്യകയുടെ അതേ മോഡലിൽ നിർമ്മാണം നടക്കുന്ന ഫൈബർ ബോട്ടും നേവിക്ക് വേണ്ടിയുള്ള ചെറുബോട്ടുമാണ്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയോടൊപ്പം G. പ്രസാദ് കുമാർ, അമൃത ന്യൂസ്, ചെന്നൈ.